കേരള രാഷ്ട്രീയ കളരി ഇപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് സിനിമയുടെ ലൊക്കേഷനിലാണെന്ന് വേണം പറയാൻ. ഓരോ ദിവസവും പുതിയ ട്വിസ്റ്റുകൾ, അപ്രതീക്ഷിത ഡയലോഗുകൾ, പിന്നെ കൈയടിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില സീനുകളും. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കൈയടി നേടുന്ന അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ. സമുദായ നേതാക്കളുടെ രൂക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലും തന്റെ നിലപാടിൽ ഒരിഞ്ച് പോലും മാറ്റമില്ലെന്ന് നെഞ്ചുവിരിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സതീശൻ. നോ കോംപ്രമൈസ് എന്ന ഫൈറ്റ് മോഡിലാണ് അദ്ദേഹം. വർഗീയതയ്ക്കെതിരാണെന്ന തന്റെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇത് കേവലം അദ്ദേഹത്തിന്റെ മാത്രം നിലപാടല്ല. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെയും നയം ഇതുതന്നെയാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ചില വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി ഒരു കൂൾ സമീപനത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് കടന്നുവരുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒരു തകർപ്പൻ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. SNDP NSS ഐക്യത്തെ സതീശനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതോടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഒന്നടങ്കം അന്തം വിട്ടു. ഒരുപക്ഷെ ഈ പ്രസ്താവന കോൺഗ്രസിന് സമ്മാനിച്ചത് ഒരു പൊളിച്ചടുക്കൻ ആശ്വാസമായിരിക്കണം. പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നതയുടെ സാധ്യതയുണ്ടെന്ന് ചിലരൊക്കെ അടക്കം പറഞ്ഞിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് ഒരു ബ്ലോക്കായി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു, സതീശൻ പറഞ്ഞത് കോൺഗ്രസിന്റെ നയമാണ്. അതോടെ ആഭ്യന്തര ഭിന്നതയുടെ എല്ലാ സാധ്യതകളും അവിടെ അടഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. സമുദായ നേതാക്കളുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹം. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം. സമുദായ നേതാക്കളുമായി ഒരു സംഘർഷം തുടർന്നു കൊണ്ടുപോകരുതെന്ന പക്ഷമാണ് കോൺഗ്രസിനുള്ളിൽ കൂടുതലും. ഒരു സന്തുലിത സമീപനം, അതായത് നല്ല ബന്ധം നിലനിർത്തുക, പക്ഷേ യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതിരിക്കുക. ഇതാണ് മിക്കവരും മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. പക്ഷേ ഈ രാഷ്ട്രീയ നാടകത്തിന് പിന്നിൽ ഒരു അദൃശ്യകരം ഉണ്ടോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും കളികളുണ്ടെന്ന് കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ അടക്കം പറയുന്നു. കോൺഗ്രസിനെയും സമുദായങ്ങളെയും അകറ്റാനുള്ള CPMന്റെ നീക്കങ്ങൾക്ക് നിന്നുകൊടുക്കരുതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ജി സുകുമാരൻ നായരുടെ പ്രസ്താവന ഈ വിഷയത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സഹായകമായെന്നും വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ പോരാട്ട വീര്യം ഇനിയും എത്ര നാളുകൾ ഉണ്ടാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. സതീശന്റെ ഈ നോ കോംപ്രമൈസ് നിലപാട് കേരളത്തിലെ സമുദായ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും?